ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ കൊല്ലത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സദ്യ പരിപ്പ് കറി ഉണ്ട്. അപ്പം അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസിയാണ്, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വേണ്ടത് ചെറുപരിപ്പാണ്, അതായത് തൊലിയുള്ള ചെറുപരിപ്പ് വാങ്ങാൻ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് എണ്ണയില്ലാതെ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല മണം വരും. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല മണം വരും. ആ മണം ഒന്ന് തുടങ്ങി കഴിഞ്ഞുടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഓക്കെ, ഈ വറുക്കുന്നതുകൊണ്ട് നല്ല ഫ്ലേവർ നല്ലോണം കൂടും, നല്ല ടേസ്റ്റ് വരും. ആ ഒരു ഫ്ലേവർ നല്ലോണം വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ തൊലിയുള്ള പരിപ്പ് ചെറുപരിപ്പ് വാങ്ങാൻ കിട്ടും, അത് തന്നെ വേണം. അപ്പം ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്തു, കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം. കുക്കർ അടച്ചു, വിസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പരയ്ക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട്. ഇവിടെ പരിപ്പ് കറി സദ്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിപ്പും പപ്പടും കൂടെയാണ്, കുറച്ച് നെയ്യും കൂടെയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. അപ്പം കുക്കർ വിസിൽ ആയിക്കൊണ്ടിരിക്കണു, വെന്തുകൊണ്ടിരിക്കണു. നമുക്ക് ഇവിടെ ഇനി അരപ്പ് അരയ്ക്കാം. ഞാനിവിടെ തേങ്ങ ഏകദേശം അതിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ള ഉപ്പ്, അതുമാതിരി നമുക്ക് കുറച്ച് ഒരു 3-4 അല്ലി, ചെറിയ അല്ലിയാണ്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവ് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. സാധാരണ പരിപ്പ് കറി അത്ര സ്പൈസി ഒന്നുമല്ല. അപ്പം ഒരു വലിയ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനത് ആദ്യം ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു നുള്ള ജീരകം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ച ശേഷം നമുക്ക് കുക്കർ തുറന്നിട്ട്, പരിപ്പ് അപ്പളിക്കും വെന്തിട്ടുണ്ടാവും ചെറുപരിപ്പ്. കുക്കർ തുറന്നിട്ട് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട്. കണ്ടോ, ഒരുപാട് മഷി മാതിരി അരിഞ്ഞിട്ടില്ല, എന്നാൽ നന്നായി അരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇനി നമുക്കൊന്ന് കുക്കർ തുറക്കാം. കുക്കർ തുറന്നിട്ട് വീണ്ടും വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുക്കർ തുറന്നിട്ടുണ്ട്, വെള്ളം പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെന്തിട്ടുണ്ട് പരിപ്പ്. പക്ഷേ ഇനി നമുക്ക് ഈ മസാലയും കൂടി ഇട്ടിട്ട്, തേങ്ങ അരച്ചതും കൂടി ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നാലേ ആ ഫ്ലേവർ നല്ലോണം വരുള്ളൂ. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എന്നാലും ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. നമ്മൾ അരച്ച പേസ്റ്റ്, തേങ്ങ, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ജീരകം. വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരയ്ക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഇനിയാണ് ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട്
ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് നമുക്ക് അറിയാലോ, പരിപ്പ് ഒരു സെമി ഗ്രേവി പരുവത്തിലാണ്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല, ഒരു സെമി തിക്കിലാണ് നമുക്ക് പരിപ്പ് കറി വേണ്ടത്. പിന്നെ ചൂടാറും തോറും പിന്നെ തിക്കാവും. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് കറിവേപ്പില ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ആ ഒരു സെമി തിക്ക് ഗ്രേവി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം കുറച്ചുകൂടെ കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോളം നമുക്ക് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണം. അപ്പം പരിപ്പ് കറി ഏകദേശം വെള്ളമെല്ലാം വറ്റി തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. അതുമാതിരി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി ഒരു 1/2 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തത്. അപ്പം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ചോറിൻ്റെ ഒപ്പം ചോറും പപ്പടും ഉണ്ടെങ്കിൽ സുഖമായി കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇവിടെ കൊല്ലം സൈഡ് സദ്യക്ക് വിളമ്പുന്ന ആദ്യത്തെ ഡിഷാണ്. ഇതും പപ്പടവുമാണ് മെയിൻ കോമ്പിനേഷൻ. കണ്ടല്ലോ, ചോറിനൊപ്പം കഴിച്ചിട്ട് ബാക്കി ഇത്രേ കിട്ടിയുള്ളൂ. സെർവ് ചെയ്യാൻ കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നു. പിന്നെ ഞങ്ങൾ ആഹാരം കഴിച്ചു. അപ്പം ബാക്കി ഇത്രേ പ്രസൻറ്റേഷന് കിട്ടിയുള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ നോക്കുക. ടേസ്റ്റി സാധനമാണ്, സിമ്പിളാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.